നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ചൂരൽമലയിലെ അതിദാരുണമായ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് സംസ്ഥാനത്തുടനീളം ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം കൂടുതൽ മേഖലകളിലേക്ക് ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കാനുള്ള സാഹചര്യം കൂടി കണക്കാക്കുകയാണ് ദുരന്ത നിവാരണ അതോറിറ്റി. തൃശ്ശൂർ ജില്ലയിലെ അകമലയിൽ ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ 5 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. വരും മണിക്കൂറുകളിൽ കനത്ത മഴയായിരിക്കും മലയോര മേഖലകളിൽ ഉണ്ടാകാൻ പോകുന്നത്. 5 ജില്ലകളിൽ റെഡ് അലർട്ട്. അകമലയിൽ ഉരുൾപൊട്ടലിന് സാധ്യതയെന്ന കേന്ദ്ര ജല കമ്മീഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തു വരികയാണ്. 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ചൂരൽമലയിലെ ദുരന്തം കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടൽ ദുരന്തമായി മാറിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് മറ്റിടങ്ങളിലേക്ക് കൂടി ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് വലിയ മുന്നറിയിപ്പ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. കേന്ദ്ര ജല കമ്മീഷൻ്റെ മുന്നറിയിപ്പ് പരിഗണിച്ചുകൊണ്ട് 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാർ. ആ മേഖലകളിലെ മുഴുവൻ ജനങ്ങളും, ആ മലയോര മേഖലകളിൽ താമസിച്ച ജനങ്ങളും കൃത്യമായ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന കർശനമായ നിർദ്ദേശമാണിപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ നൽകുന്നത്. തൃശ്ശൂർ, വടക്കാഞ്ചേരി, അകമലയിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. പ്രദേശത്തെ ആളുകളോട് മാറി താമസിക്കാനാണ് വടക്കാഞ്ചേരി നഗരസഭ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. മഴക്കാലമായതിനാൽ ഏത് നിമിഷവും ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്നാണ് വിവിധ വകുപ്പുകൾ സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മഴക്കാലം കഴിയും വരെ മാറി താമസിക്കാൻ അകമലയിലെ 41 കുടുംബങ്ങൾക്ക് സർക്കാർ വടക്കാഞ്ചേരി നഗരസഭ തന്നെ നോട്ടീസ് നൽകി എന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശപ്രകാരം 4 വകുപ്പുകൾ ചേർന്ന പ്രദേശത്ത് സംയുക്ത പരിശോധന നടത്തുകയായിരുന്നു. പരിശോധന അടിസ്ഥാനത്തിൽ അകമല പ്രദേശത്തെ മണ്ണ് ഏത് നിമിഷവും ഇടിഞ്ഞു താഴാനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ആളുകളോട് മാറി താമസിക്കാനുള്ള നിർദ്ദേശം വടക്കാഞ്ചേരി നഗരസഭ നൽകിയത്. മണ്ണിനടിയിലൂടെ ഉറവയുള്ളതിനാൽ അപകട സാധ്യത വളരെ കൂടുതലാണെന്നും പരിശോധനാ സംഘം റിപ്പോർട്ട് നൽകി. മൈനിങ് ആൻഡ് ജിയോളജി, സോയിൽ കൺസർവേഷൻ, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരും റവന്യൂ സംഘവുമാണ് അകമലയിൽ പരിശോധന നടത്തിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികൾ മഴക്കാലം കഴിയുന്നതുവരെ മാറി താമസിക്കണമെന്ന മുന്നറിയിപ്പാണ് സംഘം നൽകിയത്. മഴക്കാലം കഴിയുന്നതുവരെ ഏത് നിമിഷവും അകമലയിൽ ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് സംഘം കണ്ടെത്തി. മണ്ണിന് ബലക്കുറവുണ്ട്. മണ്ണിനടിയിലൂടെ ഉറവയുള്ളതിനാൽ അപകട സാധ്യത വളരെ കൂടുതലാണെന്നും ജിയോളജിസ്റ്റുകൾ നഗരസഭയെ അറിയിച്ചു. നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂർ പുഴ, ഗായത്രി പുഴ എന്നീ നദികളിലാണ് കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ കരമനയാറ്, ഇടുക്കി ജില്ലയിലെ തൊടുപുഴയാറ്, തൃശ്ശൂർ ജില്ലയിലെ കീച്ചേരിയാറ്, കാസർഗോഡ് ജില്ലയിലെ പയസ്സിനി നദി എന്നീ നദികളിൽ കേന്ദ്ര ജല കമ്മീഷൻ മഞ്ഞ അലർട്ട് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പുഴകളോട് ചേർന്നുള്ള കരകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിപ്പ്. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. കേരളത്തിൻ്റെ വടക്കൻ മേഖലകളിൽ മഴ കനക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ്. പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാകണമെന്ന് പ്രധാനപ്പെട്ട അറിയിപ്പിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക്
സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി മാറി താമസിക്കണമെന്നും കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നു. നമുക്കറിയാം, ചൂരൽമലയിൽ കേന്ദ്ര സർക്കാർ നൽകിയ മുന്നറിയിപ്പുകളെ അവഗണിച്ചതിൻ്റെ ഫലമായിട്ടാണ് നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. 23-ാം തീയതി, ജൂലൈ മാസം 23-ാം തീയതി തന്നെ ചൂരൽമലയടക്കമുള്ള മുണ്ടക്കൈ പ്രദേശത്ത് ശക്തമായ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. 23-ാം തീയതി മാത്രമല്ല, 24, 25, 26 തീയതികളിലും തുടർച്ചയായി മുന്നറിയിപ്പുകൾ കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. എന്നാൽ ആ മുന്നറിയിപ്പുകളെയൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ അവഗണിച്ചതിൻ്റെ ഫലമാണ് ഇത്രത്തോളം ദാരുണമായ ഒരു അപകടം ആ പ്രദേശത്ത് സംഭവിച്ചത്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾ, കാലാവസ്ഥാ വകുപ്പ് അടക്കമുള്ളവർ സംസ്ഥാനത്തിന് കടുത്ത ജാഗ്രതാ നിർദ്ദേശം, മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ വടക്കൻ മേഖലകളിൽ, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് മേഖലകളിൽ, തൃശ്ശൂരിലെ അകമലയിലടക്കമുള്ള ഇടങ്ങളിൽ ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ട്. ആ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ എത്രയും വേഗം സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്നത്. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കേണ്ടതും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നുകൂടി കേന്ദ്ര സർക്കാരിൻ്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമായി വയ്ക്കണം. ശക്തമായി മഴ പെയ്യുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ മാറ്റിവെക്കേണ്ടതാണെന്നും കേന്ദ്ര സർക്കാരിൻ്റെ, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. റെഡ്, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകൂറായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ടതാണ്. തങ്ങളുടെ പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പിനായി കണ്ടെത്തിയ കെട്ടിടം സംബന്ധിച്ച വിവരം ബന്ധപ്പെട്ട റവന്യൂ, തദ്ദേശ സ്ഥാപന അധികാരികളിൽ നിന്ന് മുൻകൂറായി അറിഞ്ഞു വയ്ക്കേണ്ടതും അങ്ങോട്ടുള്ള സുരക്ഷിതമായ വഴി മനസ്സിലാക്കി വയ്ക്കേണ്ടതുമാണെന്ന് ജനങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. ദുരന്ത സാധ്യത മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വയ്ക്കണം. മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കുക. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ്, പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണുകൊണ്ടുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ ഇടവഴികളിലെയും നടപ്പാതകളിലെയും വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നതിന് മുൻപേ വൈദ്യുതി അപകട സാധ്യത ഇല്ല എന്ന് ഉറപ്പാക്കണം. അതിരാവിലെ ജോലിക്ക് പോകുന്നവർ, ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾ തുടങ്ങിയവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വൈദ്യുതി ലൈനുകളുടെ അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ 1912 എന്ന KSEB നമ്പറിൽ അറിയിക്കണമെന്ന് കൂടി സംസ്ഥാന സർക്കാരിൻ്റെ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നു.